ചേരുകയാണ്. നീയും പരിശുദ്ധാത്മാവുമായി ഒന്നായി ചേർന്നാൽ നിനക്ക് അസാധ്യമായത് ഒന്നും ഇല്ല. അസാധ്യമായത്, അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മുമ്പിൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല. കാരണമുണ്ട്, സർവശക്തനായ ദൈവം ഭൂമിയിൽ തന്റെ സൃഷ്ടിയിൽ വന്ന് ലയിക്കുകയാണ്. അതായത് ഞാൻ നിന്നിലും നീ എന്നിലുമായി തീരുന്ന ആ വലിയ സംഭവമാണ്. അതൊരു സംഭവമാക്കി മാറ്റാം. പരിശുദ്ധാത്മാവ് താൻ സൃഷ്ടിച്ച വ്യക്തിയുടെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്നു, അവന്റെ ഉള്ളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യസ് 6-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം എടുത്തി. 1 കൊരിന്ത്യസ് 6:19 പെട്ടെന്ന് വായിക്കും ജോസ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന നമ്പർ 1 കാര്യം എന്താണ്? മനുഷ്യനിലേക്ക് കടന്നു വന്ന് അവൻ ഒന്നായി ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ ജ്ഞാനം മാറ്റുന്നു, ദൈവത്തിന്റെ ജ്ഞാനം അവനിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. അതായത് 1 കൊരിന്ത്യസ് വീണ്ടും എഴുതാം. എഫേസോസ് ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യം വായിച്ചു. ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു കന്യകയിൽ ദൈവപുത്രൻ ജനിക്കപ്പെടും. ഒരു കന്യകയിൽ. ഇവിടെ കന്യകയാണ് പ്രധാനം പേരിനേക്കാളും. മനസ്സിലായോ? കന്യക മറിയം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ പ്രവാചകൻ പറഞ്ഞത് കന്യകയിൽ ജനിക്കും. ഹല്ലേലൂയ. എന്താ കന്യകയും മറിയവും തമ്മിൽ വ്യത്യാസം? മറിയം പേരാണ്, അതിൽ അശുദ്ധി നിറയും. എന്നാൽ കന്യക വിശുദ്ധിയാണ്, അതിൽ അശുദ്ധിയില്ല. ഹല്ലേലൂയ. ഏത് മറിയത്തിനാ ഉണ്ടായത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് വെർജിൻ മേരി, അതിനേക്കാളും ഇമ്പോർട്ടൻസ് വെർജിൻ, അതായത് കന്യക എന്നതിലാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് സഭ ഇന്ന് നിത്യ കന്യക എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. പേരിനേക്കാളും ഇവിടെ പ്രസക്തിയുള്ളത് കന്യകയ്ക്കാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അല്ലേ? ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, 100 കണക്കിന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആരുടെ അടുത്തും ദൈവദൂതൻ കടന്നു ചെയ്യുന്നില്ല. ആരെടുത്താണ്? കന്യകയുടെ അടുത്താ പോയത്. ഹല്ലേലൂയ. കന്യകയായ മറിയത്തിന്റെ അടുത്താ പോയത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട് യെശയ്യാ പ്രവചനത്തിലൂടെ പറയുന്നത്, നീ വെർജിൻ മേരിയിലൂടെ, അതായത് വെർജിനിലൂടെ, അതായത് കന്യകയിലൂടെ എൻ ദൈവപുത്രൻ ജനിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ അവൻ മനുഷ്യനായി പിറന്നു, ഞാൻ ഇനി ദുഃഖിപ്പിക്കത്തില്ല. ഒരിക്കൽ കൂടി പറയും, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ഇനി ഒരിക്കലും ദുഃഖിപ്പിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ദൈവം തമ്പുരാൻ എത്ര നല്ലവനായ ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്കൊരു വാഗ്ദത്തം തരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതം കഴിഞ്ഞു, അവൻ സകല ജോലിയും പൂർത്തിയാക്കി പിതാവായ ദൈവത്തിലേക്ക് മടക്കുന്ന നിമിഷങ്ങളാണ്. അതായത് യേശുക്രിസ്തു 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ വസിച്ചു മനുഷ്യനായിട്ട്. ദൈവം പുത്രനായിരുന്നെങ്കിലും മനുഷ്യപുത്രനായിരുന്നു. ഓക്കെ, അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് മനുഷ്യപുത്രനായിട്ടാണ്, ദൈവപുത്രനായിട്ടല്ല. ഓക്കെ, അവൻ കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത് മനുഷ്യപുത്രനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അഭിഷേകം ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജീവിതത്തില് എന്തുമാത്രം കാര്യങ്ങള് പരിശുദ്ധാത്മാവിനെ ദൈനംദിന ജീവിതത്തില് നമ്മൾ ദുഃഖിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യസിന്റെ 6:19 വായിച്ചേ. 19, നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെതായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. പക്ഷെ നിങ്ങളിൽ വസിക്കുന്നത് ദൈവത്വമായ, അല്ലെ? ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. സോറി, മലയാളം വായിക്കാൻ അത്ര പിടുത്തമില്ല എനിക്ക്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്
So you are the temple of the Holy Spirit, where the Holy Spirit dwells in you. അതായത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. See, നിങ്ങളെ കൊണ്ട് മുദ്രയണിയിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. Praise the Lord. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord.